അടുത്തതായി വേദിയിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സ്നേഹത്തോടും കൂടി തന്നെ അഭിലാഷ് ചേട്ടൻ്റെ അമ്മ ശോഭ വിജയൻ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അമ്മയെ സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞൊരു കൈയടിയും കൂടെ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ അമ്മമാരാണ് ഇവിടെ വിളക്ക് തെളിയിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ വേദിയിലേക്ക് നമ്മുടെ പടത്തിൻ്റെ ഡയറക്ടർ ആരതി ചേച്ചിയുടെ അമ്മ ഗായത്രി അമ്മേനെ ഞാൻ വേദിയിലേക്ക് എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുകയാണ്. ആൻഡ് സിനിമയുടെ റൈറ്റർ ബിബി എബ്രഹാം ചേട്ടൻ്റെ അമ്മ മീരി അമ്മേനെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സൈഡിൽ നല്ല കൈയടി ഉണ്ട്, പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കൈയടിക്കാൻ കുറച്ച് മടിയുണ്ടോ? നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് ഹൃദയം നിറഞ്ഞൊരു കൈയടി. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കാം. ആൻഡ് ഒപ്പം തന്നെ ഡയറക്ടർ വിഷ്ണു ശശിശങ്കറിൻ്റെ അമ്മ സ്നേഹം നിറഞ്ഞ ലക്ഷ്മിക്കുട്ടി അമ്മേനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആണോ? ഓക്കെ. അമ്മൂമ്മ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അമ്മൂമ്മ എല്ലാം നമുക്ക് ഒന്ന് തന്നെയാണല്ലോ, എല്ലാം അമ്മയാണല്ലോ. ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ അമ്മമ്മേനെ കൂടെ ഞാൻ കറക്റ്റ് ആയില്ലേ? ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ അമ്മമ്മേനെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇനി ഈ ഒരു വേദിയെ കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ കൂടെയാണ് ഈ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഞ്ജു വാര്യർ എന്ന വേദിയിലേക്ക് നിറകൈയോടെ കൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫോർ ദ ലാൻഡ് ലൈറ്റിംഗ് സെറമണി എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ മഞ്ജു ചേച്ചിയെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് നമ്മൾ എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി തന്നെ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Everyone, thank you very much and kindly please be seated. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഭദ്രദീപം തെളിയിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും തിരികെ സീറ്റുകളിലേക്ക് ചെന്നിരിക്കാവുന്നതാണ്. തുടർന്ന് വേദിയിൽ അഭിലാഷ് പിള്ള, നമ്മുടെ അഭിലാഷ് ചേട്ടൻ്റെ ഒരു വലിയ സ്വപ്നമാണ് നടത്തപ്പെടാനായിട്ട് പോകുന്നത്. പ്രൊഡക്ഷൻ ലോഞ്ചിലേക്ക്, ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ലോഞ്ചിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാനായിട്ട് പോകുന്നത്. നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ വേദിയിലേക്ക് നല്ലൊരു കൈഡിയും സമ്മാനിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ മേജർ രവി സർ ആൻഡ് ശ്രീ എം മോഹൻ സർ, ശ്രീ എം പത്മകുമാർ സർ, 3 പേരെയും എല്ലാവരുടെ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുകയാണ്. And also വേദിയിലേക്ക് എല്ലാ സ്നേഹത്തോടും കൂടി തന്നെ ദ വെരി ഫേമസ് ഡയറക്ടർ അരുൺ ഗോപി ചേട്ടൻ, അദ്ദേഹത്തെ കൂടെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു.
അന്തിക്ക് വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ചിരിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉർവശി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കഥാപാത്രങ്ങൾ മറ്റാര് ചെയ്യും എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ മറുപടി പോലുമില്ല. ചിന്തിക്കാൻ മറ്റൊരു ഓപ്ഷൻ പോലും നമുക്ക് തരാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത അഭിനയത്തിന്റെ വളരെ രണ്ട് പ്രഗത്ഭരായ അഭിനേതാക്കളെയാണ് എല്ലാവരും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മുകേഷ് ആൻഡ് ശ്രീ ഇന്ദ്രൻസ്. ഇവിടെ കൈയ്യടി പോരട്ടെ. ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ മുകേഷ് ഏട്ടനെയും ഇന്ദ്രൻസ് ഏട്ടനെയും ഈ ഒരു വേദിയിലേക്ക് എല്ലാവരും സ്നേഹത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും പ്രൊഡക്ഷൻ ലോഞ്ചിലെ ആ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പം എല്ലാ അതിഥികളും വേദിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പം ഐ തിങ്ക് ഐ സ്റ്റാർട്ട് ഫ്രം മുകേഷ് ചേട്ടൻ അല്ലേ? മുകേഷ് ചേട്ടനിൽ നിന്ന് തുടങ്ങാണ്. മുകേഷ് ചേട്ടൻ ഒരു ബെസ്റ്റ് വിഷസ് ഫോർ ദ പ്രൊഡക്ഷൻ ഹൗസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അഭിലാഷിനോട് പറയായിരുന്നു, ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും. കാര്യം 1 മണി കഴിഞ്ഞാൽ റേറ്റ് കൂടും. കൊടുത്തോളാം. അല്ല, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് സംസാരിക്കാതെ പോകണം, ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചങ്ങനെ പോകും. എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ, ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം. മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഉർവശിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം, ഞാനൊരു 35 കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി, മകൾക്ക് അറിഞ്ഞൂടായിരിക്കും, അതൊക്കെ പങ്കുവെക്കുകയാണ്. 1921 എന്ന് പറഞ്ഞൊരു സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യുകയാണ്. മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ്. കാരവാൻ ഇല്ലാത്ത കാലം, എല്ലാവരും കൂടിയിരുന്ന് ഒരു കുടുംബത്തിലെ പോലെ, അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ്. സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും, എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു നടൻ. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി. ആ സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. രാത്രിയിൽ യാത്രയായിരുന്നു. അപ്പോൾ എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട്. ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ്. അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാര്യം എല്ലാ ഭാഷകളിലും, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, പിന്നെ 1-2 ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിന് വേണ്ടി. തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നും ഇതൊക്കെ തന്നെയാണ്. പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവശിയുടെ ഒരു സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും 1921 എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട, കാളവണ്ടിപ്പട,
പിന്നെ മേക്കപ്പിന്റെ വണ്ടി, കോസ്റ്റ്യൂമിന്റെ വണ്ടി, പോലീസിന്റെ വണ്ടി, അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്ന് മറിഞ്ഞ്, പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി, പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി. അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ്. എല്ലാവരോട് ഇരിക്കുന്നു. ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം 35 കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഉർവശി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അത് പറ്റത്തില്ല, മാറിയിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് തലവേദനയുണ്ട് ഉർവശി, പ്ലീസ് എന്നെ ഇന്ന് വിട്ടാൽ. അത് പറ്റത്തില്ല, മുകേഷ് ഏട്ടനൊക്കെ വന്ന് സംസാരിക്കും, അത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും മിണ്ടത്തില്ല, ഇവിടെ ആണ് എല്ലാവരും സംസാരിക്കുന്നത്. പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ ഉർവശി പറഞ്ഞു സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് സംസാരിക്കാൻ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അത് പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ നമുക്കൊരു ചെറിയ ഒരു ഗെയിം. ഗെയിം കൊള്ളാം. ഉർവശി എന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? എന്താ എക്സ്പ്രഷൻസ് അവിടെ മുഴുക്കെ. ഞാനോ മറ്റോ ആണോ? ഞാനായിരിക്കൂ, ഞാൻ തന്നെ. IV ശശി ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി, മമ്മൂട്ടി, രതീഷ്, പിന്നെ ക്യാമറമാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ആള് ഞാനാ. ഉർവശിക്ക് അതിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചോദ്യം ഒന്നും പറ്റത്തില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ്. ചെറിയ ഒരുപാട് പേരെ ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണുന്നു. അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പലരുടെ അടുത്ത് നിന്ന്, അയ്യോ, ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, പിന്നെ നീ എന്റെ പേരെന്തായാലും പറയത്തില്ല. അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു, എഴുതി തന്നാ മതി. പറയണ്ട, പറയാൻ നാണമാണെങ്കിൽ പറയണ്ട, എഴുതി തന്നാ മതി. അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ, വല്ല കാര്യമുണ്ടോ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തി, അവിടെ ഇരുന്നേനായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അങ്ങനെ ഉർവശി എഴുതി തന്നു. ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ IV ശശി പറഞ്ഞിട്ട്, നീ ആരാന്ന് വെച്ചാ പറ, കുറെ നേരമായില്ല ഇത്, മനുഷ്യന് വേറെ ജോലിയുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇത് നമ്മളതാണ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വലിയ, ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടാ, ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പം രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറായിരിക്കും, പറയാനൊക്കെ. അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ ആകും. ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ VP നായർ, അദ്ദേഹം ഉർവശിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു, വളരെ ഉർവശി പറയണം ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു. ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം. കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കാനുള്ള. അപ്പം മമ്മൂട്ടി പറഞ്ഞു, നീ പറ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞ ഒരാൾ, ജോസ്, ഒരു ചായപാത്രം വീഴുന്ന സൗണ്ട്. ജോസിന്റെ ഒരു ലുക്കുണ്ടായി. ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു. ചായയിലൊക്കെ ഞാൻ എന്ത് മധുരപ്പെട്ട് തന്നേക്കാം. അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീമിങ്ങിന്റെ സൗണ്ടായി. ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറ്റത്തില്ല, സത്യം പറയണം. അപ്പൊ ഞാൻ, ഒരു ഡ്രൈവറുണ്ട് കുട്ടപ്പൻ എന്ന് പറഞ്ഞു, അവൻ വേറെന്തോ പണി ചെയ്യുന്നില്ല കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് കീറിക്കളാം. ഒരു ഹോണിന്റെ സൗണ്ട് കേട്ടു. ഇവൻ ഫ്രണ്ടിലോട്ട് വീണതാണോ അതോ കൈ തട്ടിയതാണോ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്ന്.
കാര്യം ഉർവശിക്ക് അറിയാം ഇവരൊക്കെ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ എല്ലാവരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ഇത് പറയാൻ ഉർവശിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു നീ പറഞ്ഞു ഞാനും പറ്റുമെന്ന്. അല്ല ശരി, എൻ്റെ ടൈലന്റ് എന്ന് പറഞ്ഞ ഉർവശി പറഞ്ഞു അവിടെ പോയിരുന്നു, തലവേദനയല്ലേ അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞല്ല വേറൊരു ഗെയിമുണ്ട്, ഇനി ഒരു ഗെയിമും ഇല്ല, അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ എന്ന് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്നറിയാമോ? ഈ 3 തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. അഭിലാഷ് ആണ് ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ ചരട് വലിക്കുന്ന ആള്. അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള അഭിലാഷുമായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. വിഷ്ണുവിൻ്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മകൻ ഡോക്ടർ ശ്രാവൺ, അദ്ദേഹത്തിന് കുറെ നാളായിട്ട് അവൻ ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാഗ്നറ്റാണ്. ആ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാനം കലയിൽ വരും, വരാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോൾ ചാൻസ് കിട്ടുമ്പോൾ മാറ്റി നിർത്തിയിട്ട് അവർ പറയും ഞാനങ്ങ് വരുക, ഞാൻ സിനിമയിലോട്ട് വരുക തിരിച്ച്, നമുക്ക് പറയണമെന്നുണ്ട്, ഇപ്പം വരരുത്, ഇവിടെ കൊള്ളാം, ഇത് ചിലപ്പോൾ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയുള്ളത്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവനെ പേടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചാളൂടെ ഒന്ന് പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി, ഇത് മാത്രമേ നമുക്ക് പറയാനൊക്കൂ. അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ ആരോഗ്യം പറയുന്നതൊക്കെ വളരെ വിഷമമല്ലേ. എൻ്റെ മകനൊരു റോള് എന്ന് പറയാനൊരു വിഷമം. കാര്യം ആ സ്കൂളല്ല നമ്മളുടെ. എങ്കിൽ പോലും ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഫലവത്താക്കിയത് അഭിലാഷും വിഷ്ണുവുമാണ്. അപ്പം സുമതി വളവ് എന്ന സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോളും കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വലനായ, ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എൻ്റെ ഈ 45 കൊല്ലത്തിനകത്തുള്ള സിനിമാ ജീവിതത്തിൽ. ഊർജ്ജസ്വലത, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ പ്രവർത്തിയിലും മുഖത്തുമൊക്കെ ഉണ്ട്. അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ്, അതെ ആ കമ്പനിയുടെ പേര് ടെക്സസ്, ജോൺ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആരതി നേരത്തെ ഡയറക്റ്റ് ചെയ്ത പടം ഇപ്പോൾ പേര് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അതിനകത്താണ് ഉർവശിയുള്ളത്. പണ്ട് 1921 സമയത്തുള്ള ഉർവശിയുള്ളത്. അപ്പോൾ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര്. അവസാനത്തെ 4 ദിവസം നമ്മുടെ എതിരാളിയാണ് കേട്ടോ. പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി. രാഷ്ട്രീയത്തിൽ പലരും അത്ഭുതപ്പെട്ടു. കാര്യം BJP ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോൾ ഭയങ്കര യൂണിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തിൽ കുറവാണ്, കലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അന്നപ്പം തന്നെ എൻ്റെ അടുത്ത് മേജർ പറഞ്ഞത് പൊളിറ്റിക്കലി നമ്മൾ എതിരാണ് കേട്ടോ, സിനിമയിലതില്ല, കലയിലതില്ല. അപ്പൊ അവിടെയൊക്കെ പോകാൻ എല്ലാ ആശംസകളും നന്മകളും. പൈസ പോയി കേട്ടോ. ഈ എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
താങ്ക് യു വെരി മച്ച്. ഇത്രയും രസകരമായ ഒരു കഥയിലൂടെ ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു ആശംസ അറിയിച്ച് മുകേഷേന് ഈ ഒരു കൈയടി കൊടുത്താൽ പോരാ. ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെ നന്ദി അറിയിക്കുകയാണ്. And how may I request to Major Ravi sir say a few words? രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇത്രയും മനോഹരമായിട്ട് ഹ്യൂമറസ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞ് മുകേഷ് ഉർവശിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഉർവശി എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കാനുള്ള കാര്യം, ഞാൻ പലയിടത്തും എൻ്റെ അമ്മമാരെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി. അപ്പം എനിക്കൊന്ന് മനസ്സിലായി, പലരും ഇപ്പോഴും എൻ്റെ അമ്മയെ ആ ഒരു രീതിയിൽ ഓർക്കുന്നു. കാരണം ഷി വാസ് എ ഗ്രേറ്റ് ലേഡി. അപ്പം അങ്ങനെയുള്ള ആ അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്ന ഉർവശിപ്പുള്ള ആളുകൾ നമ്മളെല്ലാവരും ഇവിടെ. ഞാൻ ഇന്ന് കണ്ടത് ഇതുപോലൊരു ലോഞ്ച് അഭിലാഷ് ചെയ്യുമ്പോൾ അഭിലാഷിൻ്റെ അമ്മയും അതുപോലെ തന്നെയുള്ള അമ്മമാരെയും വെച്ച് വിളക്ക് കൊളുത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഇരുത്തിക്കൊണ്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ മീ. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ അച്ഛനെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും അത്രയധികം റെസ്പെക്ട് കൊടുത്ത് പത്തനംതിട്ടയിൽ നിന്ന് കയറി പോരുന്ന സമയത്ത് ആശങ്കാകുലനായിരുന്ന ആ പിതാവ് ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ തൻ്റെ മകൻ തൻ്റെ കമ്പനി ലോഞ്ച് ചെയ്യുന്നു. ദാറ്റ് ടു ടുഡേ ഇസ് എ ഫാദേഴ്സ് ഡേ ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഫോർ യു ഫാദർ. അച്ഛനുള്ളൊരു ഗിഫ്റ്റ് ആയിരിക്കും അത് അഭിലാഷിൻ്റെ സൈഡിൽ നിന്ന്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ ഒരു ഗുരുത്വമുള്ള മോനാണ്. പിന്നെ അഭിലാഷിനെ കുറിച്ച് ഒരു വാക്ക്, സച്ച് എൻ ഹാർഡ് വർക്കിംഗ്. ഞാൻ പലപ്പോഴും കഥ പറയാൻ വേണ്ടിയിട്ട് ഇവൻ എൻ്റെ പിറകിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരടുത്തും പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും ബോറടിക്കില്ല. അത് രാവിലെ തൊട്ട് ഈവനിങ് വരയ്ക്കും പല ആളുകളോടും കഥ പറഞ്ഞ്. ഹി ഹാസ് ബിക്കം എ സീസൺഡ് റൈറ്റർ നൗ. ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. And I wish all the best to this company. God bless you all. Thank you so much. God bless. താങ്ക് യു മേജർ രവി സർ. തീർച്ചയായിട്ടും അമ്മമാരോടൊപ്പം തന്നെ ഇന്ന് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ ഒരു ദിനത്തിൽ എല്ലാ പിതാക്കന്മാർക്കും ഹൃദയം നിറഞ്ഞൊരു ഫാദേഴ്സ് ഡേ കൂടെ വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ആൻഡ് വുഡ് ലൈക്ക് ടു വെൽക്കം പത്മകുമാർ സാറിനോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ കൺമുന്നിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരാൾ, എൻ്റെ തോളോട് ചേർന്ന് മലയാള സിനിമയിൽ നടന്ന ഒരാൾ, ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറി പോകുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുകയാണ്. അതിൻ്റെ അനൽപമായ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ പുറകിൽ രവിയേട്ടൻ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഗുരുത്വവും പിന്നെ അഭിലാഷിൻ്റെ സൗഹൃദങ്ങളും തന്നെയാണ് എൻ്റെ പുറകുള്ള കരുത്ത് എന്ന് പറയുന്നത്. ഇത്രയും വലിയ സൗഹൃദ വലയമുള്ള ഈ സൗഹൃദം ഇത്രയും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ആ സൗഹൃദം തന്നെയാണ് അഭിലാഷിന് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിനും പരിചയം പോകുന്നത്. തീർച്ചയായും അഭിലാഷിൻ്റെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ സമീപമായി തന്നെ സംഭവിക്കട്ടെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അഭിലാഷിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനയോടും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അടുത്തതായി മോഹനൻ സാറിനോട് ആശംസ അറിയിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉർവശി പറഞ്ഞ പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ആണ് അഭിലാഷ്. ഞാൻ ആനന്ദ് ശ്രീ ബാല എന്ന സിനിമ കണ്ടപ്പോൾ അതിൽ ഇമോഷണലി എന്നെ ടച്ച് ചെയ്ത കുറേ സീനുകളുണ്ടായിരുന്നു. അപ്പോൾ വിനയ സാറിൻ്റെ മകനാണ് ആ പടം സംവിധാനം ചെയ്തത്. വിനയ സാറുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. വിനയ സാറിനെ വിളിച്ചു. ഞാൻ ആദ്യം അഭിലാഷിൻ്റെ നമ്പർ ചോദിച്ചു. അങ്ങനെ അഭിലാഷിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഞാൻ എൻ്റെ സന്തോഷവും ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഫീലിങ്സും ഷെയർ ചെയ്തു. പിന്നീടാണ് ഓർമ്മ വന്നത് അഭിലാഷിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം ഞാൻ കണ്ടില്ല. എൻ്റെ സിനിമകളുടെ തിരക്കിലിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മാളികപ്പുറം. ഞാനത് ഒരു യാത്രയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനകത്തിരുന്ന് കാണുകയും അവസാനം കണ്ണ് നിറഞ്ഞ് കൂടെ ഇരിക്കുന്ന ആൾക്കാർ കാണാതിരിക്കാൻ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിലെത്തി ഉടനെ അഭിലാഷിനെ വിളിച്ചു. എൻ്റെ അരവിന്ദൻ്റെ അതിഥികളെക്കാളും കൂടുതൽ തന്നെ കരയിപ്പിച്ച സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ ഞാൻ പോയി കാണുകയായിരുന്നു. അപ്പം മറ്റൊരു സന്തോഷം, അഭിലാഷിൻ്റെ കൂടെ
ഞാൻ പരിചയപ്പെട്ട അസോസിയേറ്റ് ചെയ്യുന്ന ആരതിയും ബിബിനുമായിരുന്നു. അപ്പോൾ ഞാൻ പഴയ ഒരു പ്രീ ഡിഗ്രി കാലത്തേക്ക് ചെറിയൊരു ഓർമ്മയിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ പ്രീ ഡിഗ്രി 1-ാം വർഷം പഠിക്കുമ്പോഴാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മല കോളേജ് കൂത്തുറമ്പ് അവിടെയായിരുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ ഹാളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ 2 കൂട്ടുകാർ വന്ന് പറഞ്ഞു, ഒരു ഉഗ്ര തമിഴ് പടം തലശ്ശേരിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, മുന്താനെ മുടിച്ചു, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറ്റി പരീക്ഷ അടുത്ത വർഷം എഴുതാലോ. 1-ാം വർഷം പ്രീ ഡിഗ്രി 2-ാം വർഷം ആ പരീക്ഷ അമ്മ എഴുതാം. അപ്പോൾ പരീക്ഷ അവൾ കയറുന്നതിന് മുമ്പേ ഞാൻ അവരോട് തലശ്ശേരി വന്ന് ആ പടം കണ്ടു, മുന്താനെ മുടിച്ചു എന്ന സിനിമ. അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ നായികയാണ് ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. അന്നൊന്നും ചേച്ചിയുടെ കൂടെ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായില്ല. കാരണം നടക്കില്ല എന്ന് അന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അവിചാരിതമായി ഞാൻ സത്യനന്ദിക്കാരുടെ കൂടെ വർക്ക് ചെയ്യും, ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങളിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ചേച്ചിയെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം അന്നങ്ങനെയായിരുന്നു നമ്മുടെ ചിന്ത. എങ്ങനെയെങ്കിലും സംവിധാനം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായി. അരവിന്ദൻ്റെ അതിഥികളുടെ കഥ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചേച്ചി മലയാള സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് രാജേഷ് ഷാവിനോട് ചോദിച്ചു, ഓരോ കഥാപാത്രത്തെ പറയുമ്പോൾ ഞാനിപ്പോൾ ഉർവശി ചേച്ചി ചെയ്താൽ ഇത് ശരിയാവുമെന്ന് പറയുമ്പോൾ ഉർവശി ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ, ഇവൻ്റെ അഭിനയിക്കും, എന്തായാലും ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ 1 ലൈൻ വിനീതിനെ കളിപ്പിക്കുമ്പോൾ വിനീതിന് മാമ ഉർവശി ചേച്ചി കിട്ടും, ഉർവശി ചേച്ചി അഭിനയിക്കുന്നില്ലല്ലോ. വിനീതിനോട് ഞാൻ പറഞ്ഞു എന്തായാലും അഭിനയിക്കും, നമുക്ക് ആ വിശ്വാസത്തോട് മുന്നോട്ട് പോകാം. ആ വിശ്വാസം സാധിച്ചു. ആ പടം നന്നായി ഓടി. അപ്പോൾ ഞാൻ ആരതിയോട് ഞാൻ പറഞ്ഞ അതാണ്, അന്ന് നമ്മളങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് സാധിപ്പിക്കും. അപ്പോൾ ആരതിക്ക് ഡബിൾ ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഉർവശി ചേച്ചി മാത്രമല്ല, ഉർവശി ചേച്ചിയുടെ മകൾ കുഞ്ഞാറ്റയും കൂടി ഈ പടത്തിൽ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം, ആരതിയും ബിബിനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അതിൻ്റെ പിറകിൽ അഭിലാഷ് എന്ന ഒരു വ്യക്തിയുണ്ട്. ഇപ്പോൾ അഭിലാഷിൻ്റെ സിനിമാ കുടുംബത്തിൽ മാത്രമല്ല, അഭിലാഷിൻ്റെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമാണ്. അഭിലാഷിൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ചോറും കറിയൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ ഇത് ഞാനാണ് ഈ അമ്മമാരുടെ വേദിയിൽ അമ്മമാർക്ക് പ്രാധാന്യമുള്ളൊരു വേദിയാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ഇനിയുള്ള തുടർച്ചയായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അഭിലാഷിൻ്റെ കൂടെയും ഈ ടീമിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. അതിന് സർവേശ്വരനെ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് മുകേഷ് ചേട്ടൻ. മുകേഷ് ചേട്ടൻ്റെ മകൻ ശ്രാവണിനെ ഞാൻ സുമതി വളവിൻ്റെ സെറ്റിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ വളരെ സാധുവായ ഒരു മനുഷ്യനാണ്, ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഒരു സുമതി വളവ് മുഴുവൻ സിനിമ കണ്ടതാണ്. ഞാൻ അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രാവൺ ഇനി വരാൻ പോകുന്ന സിനിമയിലുള്ള ഒരു പ്രോമിസിങ് ആക്ടറാണെന്ന്. അതുകൂടാതെ എൻ്റെ ഡയറക്ടർ വിഷ്ണു ശശിധരൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാരുടെ സെറ്റിൽ വെച്ച്. അങ്ങനെ ഒരുപാട് യാദൃശ്ചികമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഈ വേളയിൽ ഇതുപോലെ അവസരം തന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് 2 വാക്ക്. വളരെ സന്തോഷമുള്ള ദിവസം. ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അഭിലാഷിൻ്റെ കൂട്ടുകാരുടെയും സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്താൽ ഒരു ക്യാരക്ടറല്ല, ഒത്തിരി ക്യാരക്ടർ കിട്ടും. കാരണം 1-ലധികം സിനിമകളുടെ തുടക്കമാണ്. അതുകൊണ്ട് മനസ്സിൽ കൂടുതൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി നേരുന്നു. Thank you, Indran Seta. Thank you very much. And I request Arun Kobi, please. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനമുള്ളൊരു ദിവസമാണ്. ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട്, അഭിലാഷ് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉടനെ തന്നെ തുടങ്ങുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം, അഭിലാഷിൻ്റെ ഈ ഒരു യാത്രയ്ക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അനുഗ്രഹത്തിന് പിന്നിലും അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അഭിലാഷിൻ്റെ ചേട്ടനായിരിക്കും. അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹമാണ് അഭിലാഷിന്
ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിലേക്ക്. കാര്യം അഭിലാഷിൻ്റെ ആദ്യത്തെ സിനിമ കടാവറാണ്. കടാവറിലേക്ക് സ്വന്തം ജീവിതം കൊണ്ട് എത്തിച്ച് ചേർത്തിട്ടാണ് അഭിലാഷിൻ്റെ ചേട്ടൻ പോകുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെയും ചേരുന്നതാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് പറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുകയാണ്. അഭിലാഷിൻ്റെ സിനിമകൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേറെ പ്രിയപ്പെട്ട ഒരാളാണ് അഭിലാഷ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇന്നൊരു ഫാദേഴ്സ് ഡേ ആണ്. ആ ഫാദേഴ്സ് ഡേ അക്ഷരാർത്ഥത്തിൽ മദേഴ്സ് ഡേ ആക്കി മാറ്റിയ അഭിലാഷിനും അഭിലാഷിൻ്റെ ടീമിലെ എല്ലാവർക്കും ആശംസകൾ. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഒത്തിരി നല്ല സിനിമകൾ സംഭവിക്കട്ടെ. നന്ദി. താങ്ക് യു ശ്രീ അരുൺ ഗോപി. ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മളുടെ ലോഞ്ചിങ്ങിലേക്ക്, പ്രൊഡക്ഷൻ ലോഞ്ചിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിഥികളെല്ലാവരും താഴേക്ക് ഇറങ്ങുകയാണ്. മുകേഷ് ഏട്ടൻ താഴെ നിന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു. തുടർന്ന് എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് കൂടി സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യാണ്. സോ മുകേഷ് ഏട്ടാ ഒന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ,